ക്രിസ്മസ് ഒക്കെ ഇങ്ങെത്തിയല്ലേ, അപ്പോൾ പുൽക്കൂടൊക്കെ എല്ലാവരും ഒരുക്കിയോ? ഇനി ഈ ലാസ്റ്റ് മിനിറ്റിൽ പുൽക്കൂടൊന്നും ഒരുക്കിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് ടേബിളൊക്കെ ഡെക്കോർ ചെയ്ത് വെച്ചാൽ അടിപൊളിയായിരിക്കും. ഒരു മിനിയേച്ചർ ക്രിസ്മസ് വില്ലേജാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് എടുത്ത് റൗണ്ട് ഷേപ്പിൽ മുറിക്കണം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വൈറ്റ് പേപ്പർ ഒട്ടിക്കണം. ഫസ്റ്റ് തന്നെ നമ്മൾ ഹൗസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ട്രയാങ്കിൾ ഷേപ്പിൽ വരച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം. റെഡ് കളറിലുള്ളൊരു ഹൗസാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റെഡ് കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് ഈ കാർഡ്ബോർഡ് മുഴുവനായിട്ട് ഒട്ടിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് എടുത്ത് അതിൻ്റെ മുകൾ ഭാഗത്തെ ഷീറ്റ് പറിച്ച് കളയുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഭാഗം കിട്ടും. അതാണ് മേൽക്കൂരയായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഈ ഹൗസിൻ്റെ മുകൾ ഭാഗത്തിന് കറക്റ്റായിട്ട് മുറിച്ചെടുത്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. വീടിൻ്റെ മുകളിലായിട്ട് മഞ്ഞ് വീണ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ ഇതുപോലെ സിക്സാക്ക് ആയിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് അത് അതിൻ്റെ മേൽക്കൂരയിൽ ഒട്ടിച്ചു കൊടുക്കണം. ഫ്രണ്ട് ഭാഗത്തും ഇതുപോലെ ഞാൻ വൈറ്റ് പേപ്പർ മുറിച്ചെടുത്തിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഇനി വീടിൻ്റെ വാതിലിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പേപ്പറിൽ വാതിലിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് അത് ഇതേ സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ് ഇവിടെ റെഡിയായി. ആദ്യം മുറിച്ചെടുത്തിട്ടുള്ള റൗണ്ട് ഷേപ്പിന് മുഴുവനായിട്ട് വെയിൽ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പേപ്പറിൽ തന്നെ നമ്മൾ എയറോയുടെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഒട്ടിക്കുന്നത് കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പിൻ്റെ മുകളിലായിട്ട് ഈ ഷേപ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് അത് ഡയറക്റ്റായിട്ട് ആ സർക്കിളിന് ചുറ്റും ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടിത് ഇതുപോലെ ഒരു ചെറിയ കാർഡ്ബോർഡ് പേപ്പർ കൂടെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് വേലിയുടെ ഒരു സ്ട്രക്ചർ കിട്ടും. ഇതൊരു മിനിയേച്ചർ വേർഷൻ ഓഫ് ക്രിസ്മസ് വില്ലേജാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലേ യൂസ് ചെയ്തിട്ടൊരു കുഞ്ഞ് സ്നോമാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനും ഇതുപോലെ കളർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വീടിൻ്റെ സെൻട്രലായിട്ട് വെക്കാൻ വേണ്ടി ഇതുപോലെ ഒരു റീത്തും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. മിനിയേച്ചർ വേർഷൻ ആയതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് സാൻഡേനെയും ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ സാൻഡയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബാഗ് വേണമല്ലോ. അതിനു വേണ്ടി ഇതുപോലെ ഒരു റെഡ് ക്ലോത്തിൽ കുറച്ച് പഞ്ഞ് വെച്ചിട്ട് ഇതുപോലെ കെട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഡെക്കോറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഹൗസും പിന്നെ കുഞ്ഞൊരു ക്രിസ്മസ് ട്രീയും മിനിയേച്ചർ സ്നോമാനും പിന്നെ സാൻഡയും. മഞ്ഞിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോട്ടനും കൂടെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഈ റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കണം. വീട്ടിലേക്കുള്ള വഴി പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാർഡ്ബോർഡ് പീസസ് ഇതുപോലെ സ്ക്വയറായിട്ട് മുറിച്ചെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഫെയറി ലൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും ഈ റൗണ്ടിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മഞ്ഞ് വീണതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കോട്ടൻ്റെ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് വെക്കണം. അങ്ങനെ ഡെസ്കൊക്കെ ഡെക്കോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ മിനിയേച്ചർ ക്രിസ്മസ് വില്ലേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വർഷത്തെ ക്രിസ്മസ് സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണ് ഇത്. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്.